ഒരു നോൺ റെസിഡന്റ് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയിൽ 3 തരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാം. ആദ്യത്തെ 2 കാറ്റഗറി NRE അക്കൗണ്ടും NRO അക്കൗണ്ടും, നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് ആൻഡ് നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട്. NRE നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്, NRO നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട്, FCNR ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് അക്കൗണ്ട്. ഇതേപോലെ 3 തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നോൺ റെസിഡന്റ് ഇന്ത്യൻസിന് ഫെമ ആക്ട് അനുസരിച്ചിട്ട് പെർമിഷൻ ഉള്ളൂ. എന്നാൽ പ്രവാസികളായിട്ടുള്ള മിക്കവാറും ആളുകൾ ഇപ്പോഴും ഇന്ത്യയിൽ SB അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നോർമൽ SB അക്കൗണ്ട് നോൺ റെസിഡന്റ് ഇന്ത്യൻ ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും നിയമവിരുദ്ധമാണെന്നുള്ള കാര്യം പല വീഡിയോകളിലും നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് കണ്ടുപിടിച്ചാൽ നിങ്ങൾ വലിയൊരു പിഴയും കൊടുക്കേണ്ടി വരും. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് FCNR അക്കൗണ്ടിനെ കുറിച്ചാണ്. നിങ്ങളുടെ ടാക്സ് സ്റ്റാറ്റസ് റെസിഡൻറ്റിൽ നിന്ന് നോൺ റെസിഡൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾ ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന SB അക്കൗണ്ട് അത് NRO അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതാണ്. NRO അക്കൗണ്ട് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം ഉണ്ടെങ്കിൽ, റെൻ്റൽ ഇൻകമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇന്ത്യൻ കറൻസിയിൽ നിങ്ങൾ ഏൺ ചെയ്യുന്ന ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് NRO അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. എന്നാൽ നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് NRE അക്കൗണ്ട് നോർമലായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾ വിദേശത്ത് ഏൺ ചെയ്യുന്ന നിങ്ങളുടെ സാലറിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻകമോ ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ്. NRE അക്കൗണ്ടിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ NRE അക്കൗണ്ടിൽ നിങ്ങൾ ഏൺ ചെയ്യുന്ന ഇൻകം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ടാക്സ് ഫ്രീ ആണ്. NRE SB അക്കൗണ്ടിൽ നിങ്ങൾക്ക് പണം കീപ്പ് ചെയ്യാം. അതേപോലെ NRE SB അക്കൗണ്ടിലുള്ള പണം നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് FD ആയിട്ട് കീപ്പ് ചെയ്യാം. NRE SB അക്കൗണ്ടിൽ നിന്നും NRE FD അക്കൗണ്ടിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് അത് എത്ര ലക്ഷം രൂപ ആണെങ്കിൽ തന്നെയും അത് കംപ്ലീറ്റ് ആയിട്ട് ടാക്സ് ഫ്രീ ആണ്. പ്രവാസികൾക്ക് ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അക്കൗണ്ടാണ് FCNR അക്കൗണ്ട്, ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് അക്കൗണ്ട്. FCNR അക്കൗണ്ട് ഒരു ടേം ഡെപ്പോസിറ്റ് പോലെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. സാധാരണ ഡെപ്പോസിറ്റുകൾ നമ്മൾ ഇന്ത്യൻ കറൻസിയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ FCNR ഡെപ്പോസിറ്റുകൾ നിങ്ങൾ ഫോറിൻ കറൻസിയിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇന്ന് ഫ്രീലി കൺവേർട്ടബിൾ ആയിട്ടുള്ള 6 ഫോറിൻ കറൻസിയിലാണ് FCNR ഡെപ്പോസിറ്റ് കീപ്പ് ചെയ്യാനായിട്ട് പ്രവാസികൾക്ക് അനുവാദമുള്ളത്. US ഡോളർ, പൗണ്ട് സ്റ്റെർലിംഗ്, യൂറോ, ജാപ്പാനീസ് യെൻ, ഓസ്ട്രേലിയൻ ഡോളേഴ്സ്, കനേഡിയൻ ഡോളേഴ്സ് എന്നിങ്ങനെ 6 കറൻസിയിൽ നിങ്ങൾക്ക് FCNR അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഈ അക്കൗണ്ടിൻ്റെ പ്രത്യേകത നിങ്ങൾ നടത്തുന്ന ഡെപ്പോസിറ്റ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫോറിൻ കറൻസിയിലായിരിക്കും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ US ഡോളർ കറൻസിയിലാണ് നിങ്ങൾ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വിദേശത്ത് നിന്ന് US ഡോളർ നിങ്ങളുടെ NRE അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് റെമിറ്റ് ചെയ്ത് FCNR അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതുമല്ല എങ്കിൽ നിങ്ങളുടെ NRE അക്കൗണ്ടിലുള്ള പണം US ഡോളറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടും FCNR അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. FCNR ഡെപ്പോസിറ്റ് സാധാരണ 1 വർഷം മുതൽ 5 വർഷം വരെയുള്ള മെച്യൂരിറ്റി പീരീഡിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഡെപ്പോസിറ്റ് 1 വർഷത്തിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. പക്ഷേ 1 വർഷത്തിന് മുന്നേ FCNR ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഒന്നും ലഭിക്കുകയില്ല. ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ FCNR ഡെപ്പോസിറ്റ് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഇത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധ്യമല്ല. NRE അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ ആയതുപോലെ തന്നെ FCNR ഡെപ്പോസിറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് 100% ടാക്സ് ഫ്രീ ആണ്. ഇതിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. FCNR ഡെപ്പോസിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, FCNR ഡെപ്പോസിറ്റിൽ നിങ്ങൾ നടത്തിയിരിക്കുന്ന നിക്ഷേപ തുക നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വിദേശ രാജ്യത്തേക്ക് വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ ഡെപ്പോസിറ്റുകളിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ FCNR ഡെപ്പോസിറ്റ് റെസീറ്റ് പ്ലെഡ്ജ് ചെയ്തിട്ട് വേണമെങ്കിൽ ലോൺ എടുക്കാം. FCNR ഡെപ്പോസിറ്റ് നമുക്ക് 2 രീതിയിൽ ബുക്ക് ചെയ്യാം. ആദ്യത്തെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ ഫോറിൻ കറൻസിയിൽ തന്നെ, അതായത് US ഡോളറിലോ മറ്റേതെങ്കിലും ഫോറിൻ കറൻസിയിലോ ഈ FCNR ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്ത് മെച്യൂരിറ്റിയുടെ സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ടും അതിൽ അക്രൂ ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റും നിങ്ങൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന കറൻസിയിൽ തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡെപ്പോസിറ്റ് മെച്യൂർ ആകുന്ന സമയത്ത് US ഡോളറും ഇന്ത്യൻ റുപ്പിയും തമ്മിലുള്ള കൺവേർഷൻ റേറ്റ് ഏതാണോ
ആ റേറ്റിൽ കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ NRI അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. അതുമല്ല എങ്കിൽ ഈ മെച്യൂർ ആകുന്ന $US നിങ്ങൾക്ക് വിദേശ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാം. മറ്റൊരു കാറ്റഗറി FCNR ഡെപ്പോസിറ്റ് ഫോർവേഡ് ബുക്കിംഗ് എന്ന് പറഞ്ഞ് പല ബാങ്കുകളും ഞാൻ ഈ പറഞ്ഞ 6 കറൻസികളിൽ FCNR ഡെപ്പോസിറ്റിൽ ഫോർവേഡ് ബുക്കിംഗ് ചെയ്യുന്നുണ്ട്. ഫോർവേഡ് ബുക്കിംഗ് ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ നിക്ഷേപം മെച്യൂർ ആകുമ്പോൾ 3 വർഷമോ 5 വർഷത്തിനോ ശേഷം നിങ്ങളുടെ നിക്ഷേപം മെച്യൂർ ആകുമ്പോൾ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ലഭിക്കുമെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കാരണം നിങ്ങൾ ഇവിടെ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് ബാങ്കുമായിട്ട് സൈൻ ചെയ്യുകയാണ്. ഇന്ന് ഏകദേശം 84 രൂപ 60 പൈസയാണ് $ന്റെ വില. 5 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഈ കൺവേർഷൻ റേറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് 90 രൂപയിലായിരിക്കും. നിങ്ങളൊരു ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ് സൈൻ ചെയ്യുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ $, ഡെപ്പോസിറ്റ് മെച്യൂർ ആകുമ്പോൾ 90 അല്ലെങ്കിൽ 92 രൂപയ്ക്കോ നിങ്ങളുടെ $, ഇന്ത്യൻ റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ നോർമൽ NRI അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം എന്നുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. ഫ്യൂച്ചറിലേക്ക് $ന്റെ കൺവേർഷൻ റേറ്റ് വ്യക്തമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഫോർവേഡ് ബുക്കിംഗ് ചെയ്യാം. ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് 5 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ റുപ്പി എങ്ങനെയാണ് ഡിപ്രീഷിയേറ്റ് ചെയ്യുമോ അപ്രീഷിയേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കൺവേർഷൻ റേറ്റിനേക്കാളും താഴെ വരുമോ, ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇതേപോലെ റിസ്ക് എടുക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഫോർവേഡ് കോൺട്രാക്റ്റ് ഉപകാരപ്രദമായിരിക്കും. ഇന്ത്യൻ റുപ്പിയെ കമ്പയർ ചെയ്യുമ്പോൾ $, അപ്രീഷിയേറ്റ് ചെയ്യും, കൂടുതൽ വാല്യൂ വരുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് നോർമൽ FCNR ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ ഡിസംബർ 6-ാം തീയതി നടന്ന RBIയുടെ മോണിറ്ററി കമ്മിറ്റി മീറ്റിങ്ങിൽ RBI ഗവർണർ അനൗൺസ് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആയിട്ട് FCNR ഡെപ്പോസിറ്റുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഓവർനൈറ്റ് ആൾട്ടർനേറ്റീവ് റെഫറൻസ് റേറ്റ് ARR റേറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് FCNR ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഡിസംബർ 6-ാം തീയതി വരെയും ഈ ARR റേറ്റിൻ്റെ കൂട്ടത്തിൽ 200 ബേസിസ് പോയിന്റും കൂടി എക്സ്ട്രാ വേണമെങ്കിൽ ബാങ്കുകൾ കൊടുത്ത് FCNR ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാമായിരുന്നു. ഡിസംബർ 6-ാം തീയതിയിലുള്ള RBIയുടെ അനൗൺസ്മെന്റ് അനുസരിച്ച് 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള FCNR ഡെപ്പോസിറ്റിന് ഓൾട്ടർനേറ്റീവ് റെഫറൻസ് റേറ്റ് അല്ലെങ്കിൽ ARR റേറ്റിൻ്റെ കൂട്ടത്തിൽ 400 ബേസിസ് പോയിന്റും കൂടി ആഡ് ചെയ്തിട്ട്, അത് ഓരോ ബാങ്കുമാണ് ഡിസൈഡ് ചെയ്യുന്നത്. നോർമലായിട്ട് ARR റേറ്റ് ഏകദേശം 4 മുതൽ 5.5% വരെയാണ്. അതൊരു ബാങ്കിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. FCNR ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിന് RBI ഒരു അപ്പർ ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ 1 വർഷം മുതൽ 3 വർഷം വരെയും മെച്യൂർ ചെയ്യുന്ന ഡെപ്പോസിറ്റുകൾക്ക് ARR റേറ്റിൻ്റെ കൂട്ടത്തിൽ 400 ബേസിസ് പോയിന്റ് വരെയും ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ബാങ്കുകൾക്ക് FCNR ഡെപ്പോസിറ്റ് റേറ്റ് ഫിക്സ് ചെയ്യാം. അതേപോലെ 3 വർഷം മുതൽ 5 വർഷം വരെയും മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഡെപ്പോസിറ്റുകളാണെങ്കിൽ ARR റേറ്റിൻ്റെ കൂട്ടത്തിൽ 500 ബേസിസ് പോയിന്റ് വരെയും വേണമെങ്കിൽ ബാങ്കുകൾക്ക് FCNR ഡെപ്പോസിറ്റുകൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് നൽകാം. ഒരു NRIയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം FCNR ഡെപ്പോസിറ്റ് നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു NRIയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിലുള്ള FCNR റേറ്റിനേക്കാളും വളരെ മെച്ചമായിട്ടുള്ള രീതിയിൽ മിനിമം 200 മുതൽ 500 വരെയും ബേസിസ് പോയിന്റിൻ്റെ ഇൻക്രീസ് ഇപ്പം നിലവിലുള്ള FCNR റേറ്റിനേക്കാളും കൂടുതൽ ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. RBIയുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 31 മാർച്ച് 2025 വരെയും ബാങ്കുകൾക്ക് ഈ കൂടിയ റേറ്റ് കൊടുക്കുവാനായിട്ട് സാധിക്കും. FCNR ഡെപ്പോസിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ബാങ്കുകൾ അവരുടെ FCNR ഡെപ്പോസിറ്റിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്തതിന് ശേഷം നിക്ഷേപങ്ങൾ നടത്തുക. പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിന് ബേസ് ചെയ്ത്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റൈറ്റ് അനലൈസ് ചെയ്ത് നിങ്ങളുടെ റിട്ടേൺ എക്സ്പെക്റ്റേഷനെ അനുസൃതമായിട്ടുള്ള രീതിയിൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള MFD നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ NRI ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ FCNR ഡെപ്പോസിറ്റോ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അതായത് അവരുടെ പണം സേഫായിട്ടും ടാക്സ് ഫ്രീ ആയിട്ടും കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ FCNR ഡെപ്പോസിറ്റിലാണോ നിക്ഷേപം നടത്തേണ്ടത്, അതോ NRI ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണോ ലാഭം, ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട്
ഞാൻ ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷനിൽ വളരെ വ്യക്തമായിട്ട് ഏത് തരത്തിലുള്ള നിക്ഷേപം നടത്തുന്നതാണ് നമുക്ക് എത്രയൊക്കെ കൂടുതൽ ലാഭം ലഭിക്കാം, ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഇവിടെ ഈ ഗ്രാഫിൽ കാണിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലുണ്ടായ ഡിപ്രീസിയേഷനാണ്. $, കമ്പയർ ചെയ്യുമ്പോൾ 10 വർഷങ്ങൾക്ക് മുന്നേ കൺവേർഷൻ റേറ്റ് ഏകദേശം 62 രൂപയായിരുന്നു. ഇന്ന് എത്തി നിൽക്കുന്നത് 84 രൂപ 67 പൈസയാണ്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന 8 ഡിസംബർ 2024. 10 വർഷം കൊണ്ട് ഇന്ത്യൻ റുപ്പിയിൽ $, കമ്പയർ ചെയ്യുമ്പോഴുണ്ടായ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഏകദേശം 36%. കഴിഞ്ഞ 5 വർഷത്തിൽ ഏകദേശം 20% ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തു. കഴിഞ്ഞ 2 വർഷത്തിൽ 2.67%, കഴിഞ്ഞ 1 വർഷത്തിൽ 1.58%, ഇന്ത്യൻ റുപ്പി $, കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂവിൽ വന്നിരിക്കുന്ന ഇടിവ്. ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ ഈ എക്സൽ ഷീറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ, അതായത് ഡിസംബർ എൻഡിൽ ഓരോ വർഷവും നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ആണ് കാണിക്കുന്നത് $, കമ്പയർ ചെയ്യുമ്പോൾ. 2014 63 രൂപയിൽ തുടങ്ങി ഇന്ന് ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഏകദേശം 84.67 എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ $, കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തത് 18% കൂടുതലാണ്. ഞാൻ ഈ പ്രസൻറ്റേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ റുപ്പിയിലുള്ള NRE ഡെപ്പോസിറ്റിൽ നിന്ന് FT നടത്തുന്നതാണോ ലാഭകരം, അല്ല എങ്കിൽ FCNR ഡെപ്പോസിറ്റ് നടത്തുന്നതാണോ ലാഭകരം എന്നുള്ള ഒരു കമ്പാരിസണാണ് ഞാൻ ഈ പ്രസൻറ്റേഷനിൽ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ NRE ഫിക്സഡ് ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, 5 വർഷത്തെ കേസ് എടുത്താൽ 6.5%. തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പം $, FCNR ഡെപ്പോസിറ്റിന് നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഏകദേശം 4%-ഓളമാണ് 5 വർഷ പീരീഡിലേക്കുള്ള FCNR ഡെപ്പോസിറ്റിന് നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. എന്നാൽ 2 വർഷം വരെയുള്ള ഡെപ്പോസിറ്റിന് 5.2%, 2 വർഷത്തിനും 3 വർഷത്തിനും ഇടയിൽ 4.5%-ആണ് നൽകുന്നത്. ഇനി യെസ് ബാങ്ക് എത്രയാണ് FCNR $, ഡെപ്പോസിറ്റിന് നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് നമുക്ക് നോക്കാം. 2 വർഷം വരെ 5.55% വരുന്നുണ്ട്. 5 വർഷത്തിനൊക്കെ ആണെങ്കിൽ 4.5%. ഇത് ഏകദേശം 4.5% മുതൽ 5.5% വരെയും ഇപ്പോൾ നൽകുന്നുണ്ട്. ഇത് പ്രസൻ്റ്ലി അവർ നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. പക്ഷേ RBIയുടെ 6th ഡിസംബറിലെ അനൗൺസ്മെൻ്റ് അനുസരിച്ചിട്ട് ഇപ്പോൾ നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും 400 മുതൽ 500 ബേസിസ് പോയിൻ്റ് വരെയും ഈ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ നിയർ ഫ്യൂച്ചറിൽ ഇൻക്രീസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓരോ ബാങ്കുകളും എത്ര പെർസെൻറ്റേജ് ആണ്, അല്ലെങ്കിൽ എത്ര ബേസിസ് പോയിൻ്റ് ആണ് ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് നൽകുക എന്ന് നമുക്കറിയില്ല. ഇവിടെ അസ്യൂം ചെയ്യുന്നത് നിങ്ങളുടെ $, FCNR ഡെപ്പോസിറ്റിന് 6% ഇൻട്രസ്റ്റ് ആണ് ലഭിക്കാൻ പോകുന്നത് എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ചിലപ്പോൾ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് ലഭിക്കാം. അത് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കണം. ഓരോ ബാങ്കുകളും വേറെ വേറെ ഇൻട്രസ്റ്റ് റേറ്റുകളായിരിക്കും നൽകുക. നമ്മുടെ കാൽക്കുലേഷൻ പർപ്പസിന് ഞാൻ 6% എന്ന് ഇവിടെ അസ്യൂം ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ $10,000 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 6% ഇൻട്രസ്റ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഡെപ്പോസിറ്റ് അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റും ചേർത്ത് ഏകദേശം 13,469 രൂപയാവും. നിങ്ങൾ FCNR ഡെപ്പോസിറ്റിനുള്ള പണം നിങ്ങളുടെ NRE ഡെപ്പോസിറ്റിൽ നിന്നാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ $10,000 വാങ്ങണമെങ്കിൽ ഏകദേശം 8,46,700 രൂപ ഇന്ത്യൻ റുപ്പി നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 അസംഷനാണ് ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ 6% ഇൻട്രസ്റ്റിന് $10,000 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് $13,469 മെച്യൂരിറ്റി ആയിട്ട് കിട്ടുന്നു. ഈ എമൗണ്ട് ഇത് ഇന്ത്യൻ റുപ്പിയിലാണെങ്കിൽ 8,46,700 രൂപ, 6.5%. ഇത് SBIയുടെ 5 വർഷത്തേനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അത് വെച്ച് 5 വർഷത്തേന് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന മെച്യൂരിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് $11,68,801 രൂപയാണ്. നിങ്ങൾ $10,000 6% ഇൻട്രസ്റ്റിൽ FT ആയിട്ട് നിക്ഷേപം നടത്തിയാൽ 5 വർഷങ്ങൾക്ക് ശേഷം അത് $13,469 ആയിട്ട് ഗ്രോ ചെയ്യും, അതിൻ്റെ ഇൻട്രസ്റ്റ് കൂട്ടിയിട്ട്. ഈ കിട്ടുന്ന $13,469 ഞാൻ 5 വർഷം കഴിയുമ്പോൾ $ൻ്റെ വാല്യൂ 93 രൂപയാണെന്ന് അസ്യൂം ചെയ്തിട്ട് ഇതിനെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഏകദേശം 12,54,000 രൂപ ഉണ്ടാവും. 5 വർഷം കൊണ്ട് ഇന്ത്യൻ റുപ്പി ഏകദേശം 10%-ഓളം ഡിപ്രീസിയേഷൻ വരാമെന്ന്
ഞാൻ അസ്യൂം ചെയ്യുന്നു. ഇത് ഞാൻ ബേസ് ചെയ്യുന്നത് കഴിഞ്ഞ 10 വർഷത്തെ US ഡോളറിലും ഇന്ത്യൻ റുപ്പിയിലും ഉണ്ടായ കൺവേർഷൻ റേറ്റിൻ്റെ വ്യതിയാനത്തിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. കറക്റ്റായിട്ട് വരണമെന്നില്ല, ജസ്റ്റ് ഒരു കമ്പ്യൂട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഈ റേറ്റ് വെച്ചിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്താൽ ഈക്വലൻ്റ് ആയിട്ട് ഇന്ത്യൻ റുപ്പിയിൽ നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 12,54,000 രൂപ വരും. എന്നാൽ 8,46,700 രൂപ നിങ്ങൾ 6% ഇൻട്രസ്റ്റിനാണ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ അതിൻ്റെ മെച്യൂരിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് 11,68,101 വരും. ഈ രണ്ട് മെച്യൂരിറ്റി വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 86,000 രൂപയോളം വരുന്നുണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ NRE FTക്ക് പകരമായിട്ട് FCNR ഡെപ്പോസിറ്റ് നടത്തിയിരുന്നെങ്കിൽ, അതായത് 10,000 US ഡോളർ നടത്തിയിരുന്നെങ്കിൽ ഏകദേശം 86,000 രൂപയോളം നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയേക്കാം. ഇത് ഡെഫിനറ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, ഇതിൽ പല കാര്യങ്ങളും ഇത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യൻ റുപ്പി US ഡോളറിനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത US ഡോളറിൻ്റെ വാല്യൂ കുറയുകയും നിങ്ങൾക്ക് കുറച്ച് എമൗണ്ടാണ് മെച്യൂരിറ്റി പ്രൊസീഡ്സ് ആയിട്ട് കിട്ടുള്ളൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ പ്രൈസ് ഹിസ്റ്ററി നമ്മൾ നോക്കിയാൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വർഷവും US ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വരുന്ന 5 വർഷക്കാലത്തിൽ ഇന്ത്യൻ റുപ്പീസ് 10% വരെയും ഡിപ്രീസിയേഷൻ വരാമെന്ന് ഞാനിവിടെ അസ്യൂം ചെയ്തിരിക്കുന്ന കാര്യം. ഈ കാൽക്കുലേഷൻ ജസ്റ്റ് ചില അപ്രോക്സിമേഷൻ്റെ ബേസിസിലാണ് നടത്തിയിരിക്കുന്നത്. അപ്പം FCNR ഡെപ്പോസിറ്റിൽ നമ്മൾ നിക്ഷേപം നടത്തിയാൽ നമുക്കുണ്ടാകാവുന്ന ബെനിഫിറ്റുകളെക്കുറിച്ച് ഒരിക്കൽ കൂടി നിങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതേപോലെയുള്ള കമ്പ്യൂട്ടേഷൻ നടത്തിയിരിക്കുന്നത്. 5 വർഷം കഴിയുമ്പോൾ US ഡോളറിൻ്റെ വില എത്രയാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും FCNR ഡെപ്പോസിറ്റ് എന്താണ്, NRE ഫിക്സഡ് ഡെപ്പോസിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ FCNR ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കൂടുതലായിട്ടുള്ള വരുമാനത്തെക്കുറിച്ചും അതിൽ നിക്ഷേപം നടത്തുമ്പോഴുള്ള റിസ്കിനെ കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിംഗ് എന്ന പേരിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് അയയ്ക്കുക. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ മറ്റുള്ളവരെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.